ക്ലാസ് 4 മാത്സിന്റെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിറ്റ് 2ന്റെ പേരെന്താണ്? ബിയോണ്ട് 1000. കഴിഞ്ഞ വർഷം നമ്മൾ ഏത് നമ്പർ വരെയൊക്കെയാണ് പഠിച്ചത്? നിങ്ങൾ 1000 വരെയൊക്കെ പഠിച്ചല്ലേ? ആ 1000 എന്ന് വെച്ചാൽ എത്രയാണ്? 1000 വരെ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഈ വർഷം നമ്മൾ 1000ന് മുകളിലേക്കുള്ള നമ്പേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് പേജ് നോക്കിക്കേ. അവിടെ എന്തിന്റെ മത്സരമാണ് നടക്കുന്നത്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്തിന്റെ മത്സരമാണ്? കാർ റേസ് നടക്കുവാണ് അല്ലെ? അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തിന്റെ മത്സരമാണ്? കാർ റേസ് നടക്കുകയാണ്. എത്ര കാറുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് നോക്കിയേ. 5 കാർസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാണ് പിക്ചറിൽ കാണാൻ പറ്റുന്നത്? ഫസ്റ്റ് നിൽക്കുന്ന കാറിന്റെ നമ്പർ നോക്കിക്കേ. ഫസ്റ്റ് ഏത് കാറാണ്? ടോട്ടോ കാറാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ നമ്പർ എത്രയാണ്? 1000. കാറിന്റെ മുൻഭാഗത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? 1000 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കാണാം നമുക്ക് ആ പടത്തില്? സ്പെഷ്യൽ ട്രാക്കുകൾ ഉണ്ട് അല്ലേ? അതിൽ കൂടിയാണ് കാറ് ഓടാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ദ റേസ് ഈസ് ഓൺ. ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ് സീ ഇറ്റ്സ് നമ്പർ. ഏത് കാറാണ് മുമ്പിൽ നിൽക്കുന്നത്? ഒന്നാമത് ഏത് കാറാണ് നിൽക്കുന്നത്? ടോട്ടോ കാറാണ്. അപ്പൊ അതിന്റെ നമ്പർ എത്രയാണ്? 1000. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. നെക്സ്റ്റ് പേജിൽ എന്താണ്? ഫൈൻഡ് ദ റിലേഷൻ. ഫൈൻഡ് ദ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സംഖ്യകൾ തമ്മിൽ എന്ത് റിലേഷൻ, എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി. Find the relation between the numbers and write the numbers in the empty cells. ഫസ്റ്റ് ബോക്സിൽ ഏത് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ആദ്യത്തെ പെയർ നോക്കിക്കേ. ഏതാണ്? 9ഉം 10ഉം ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? 9നോട് എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക? 1 അല്ലെ? 1 കൂട്ടുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. അതായത് 9ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 1. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ. നെക്സ്റ്റ് നമ്പർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 100 കൊടുത്തിട്ടുണ്ട്. 100നോട് കൂടി പിന്നെ അടുത്ത നെക്സ്റ്റ് നമ്പർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? അതിന്റെ തൊട്ട് താഴത്തെ ബോക്സില് 101 അല്ലെ? 101 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ എത്രയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? 1 വ്യത്യാസം വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് കോളത്തിലെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ എത്ര കിട്ടുമായിരിക്കും? ഇപ്പൊ 110 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ അവിടെ എന്ത് ചെയ്തു നോക്കണം? 110ന്റെ മുമ്പ് ഏത് നമ്പർ ആയിരിക്കാം അവിടെ വരുന്നത്? 1 ഡിഫറൻസ് വരുമ്പോൾ ഏത് വരും? 109 വരും അല്ലെ? അപ്പൊ അതവിടെ എഴുതുക, 109. പിന്നെ നെക്സ്റ്റ് കോളത്തില് 199 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കൂട്ടുമ്പോൾ ഏതാണ് വരുന്നത്? എബവ് നമ്പർ 1 എബവ് വരുമ്പോ ഏതാണ് വരുന്നത്? 200. നെക്സ്റ്റ് കോളത്തിൽ എത്ര വരും? 280 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1 ഡിഫറൻസ് വരുമ്പോൾ എത്രയാണ് വരുന്നത്? 279 എന്ന് വരും. ഇനി നെക്സ്റ്റ് കോളത്തിലോ 500 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതാണ് എഴുതേണ്ടത്? 501. ഇനി 667 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കുറച്ച് നോക്കിക്കേ. ഏത് വരും? 666. ഇനി നെക്സ്റ്റ് കോളത്തിലോ 909. അപ്പോൾ ഏതാണ് വരുന്നത്? 909 കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത നമ്പർ ഏതാണ്? 1 കൂട്ടുമ്പോ എത്ര കിട്ടും? 910. ഇനി 990 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 990ന്ന് 1 നമ്മൾ കുറച്ച് നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 989. ഇനി ലാസ്റ്റ് കോളത്തിൽ നോക്കിക്കേ. ലാസ്റ്റ് കോളത്തിലോ 999 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടുകൂടി എന്ത് ചെയ്യണം? നമ്മൾ 1 കൂട്ടണം. അപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടി? 1000 കിട്ടി. അങ്ങനെ നമുക്ക് മിസ്സിംഗ് നമ്പേഴ്സ് ഒക്കെ കിട്ടി അല്ലെ? അപ്പോൾ ഇവിടെ എത്രയാണ് വ്യത്യാസം വരിക? ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1 അല്ലെ? ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കിക്കേ.
Color Toto car. Find the numbers you have written in the picture below. Color those parts. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ നമ്പേഴ്സ് എന്ത് ചെയ്യണം? ആ നമ്പേഴ്സ് എല്ലാം ഈ പിക്ചറിൽ ഇരിപ്പുണ്ട് അല്ലെ, ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ആ നമ്പറുള്ള കളങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? കളർ അടിക്കണം. അതായത് നമ്മൾക്ക് ഇപ്പോൾ ആൻസേഴ്സ് കിട്ടിയില്ലേ, ആ ആൻസേഴ്സ് കിട്ടിയ സംഖ്യകള് ഉള്ള കളങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ കളർ ചെയ്യണം. അപ്പോൾ കളർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു പിക്ചർ കിട്ടുന്നതാണ്. എന്തിന്റെ പിക്ചറാണ് കിട്ടിയത്? ടോട്ടോ കാറിന്റെ ഒരു പിക്ചർ കിട്ടുന്നതാണ്. ടീച്ചർ അവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി കളർ ചെയ്ത് എടുക്കുക. നെക്സ്റ്റ്, നമ്പർ പ്ലേറ്റ്. These are the friends of Toto car. Find their numbers from the clues and write on their number plates. അപ്പം ടോട്ടോ കാറിന്റെ കൂട്ടുകാരാണ് അവരൊക്കെ. അപ്പോൾ അവിടെ ഓരോ സൂചനകൾ കൊടുത്തിട്ടുണ്ട്, ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്പർ കണക്കാക്കി എന്ത് ചെയ്യണം? നമ്പർ പ്ലേറ്റിൽ എഴുതണം. അപ്പൊ ടോട്ടോ കാറിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് നോക്കിക്ക്, 3-4 വണ്ടികൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിന്റെ ഒന്നും നമ്പർ പ്ലേറ്റിൽ എഴുതിയിട്ടില്ല. പക്ഷെ അതിന്റെ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലൂകള് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ നോക്കിക്കേ, 800, 4 10s, 2 1s എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 800, 8 നൂറുകൾ. 8 നൂറുകൾ എന്ന് പറയുമ്പോ എത്രയാണ്? 800 അല്ലെ, 800. ഇനി 4 10s എന്ന് പറയുമ്പോ എത്രയാണ്? 40. 4 പത്തുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 40 അല്ലെ. ഇനി 2 1s, 2 rupees, 2 അല്ലെ. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 800 plus 40 plus 2 എത്ര വരും? 842 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ്, അങ്ങനെ ആദ്യത്തേതിന്റെ നമ്പർ കിട്ടി അല്ലെ, നമ്പർ പ്ലേറ്റ് കിട്ടി, 842. ഇനി അടുത്തതോ 1 less than 910 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 910ൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മള് 1 കുറച്ച് നോക്കണം അല്ലെ. 910 മൈനസ് 1 എത്ര വരും? 909 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ 2 എണ്ണത്തിന് കിട്ടി. തേർഡിന്റെ എന്താണ് ക്ലൂ കൊടുത്തിരിക്കുന്നത്? ദ ലാർജസ്റ്റ് 3-digit നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? ദ ലാർജസ്റ്റ് 3-digit നമ്പർ, ഏറ്റവും വലിയ 3-അക്ക സംഖ്യ അല്ലെ. ഏറ്റവും വലിയ 3-അക്ക സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ 3-അക്ക സംഖ്യ ഏതാണ്? നിങ്ങൾക്ക് 1-digit നമ്പർ ഏതാണ് ഏറ്റവും വലുത്? അറിയാവോ? 9. 2-digit നമ്പരോ? ഏറ്റവും വലിയ 2-digit നമ്പർ ഏതാണ്? 99. അപ്പോൾ ഏറ്റവും വലിയ 3-അക്ക സംഖ്യ ഏതാണ്? 999 അല്ലെ. 999 അതറിഞ്ഞിരിക്കണം കേട്ടോ. 1-digit നമ്പർ 9, 2-digit നമ്പർ ഏതാണ്? ഏറ്റവും വലിയ 2-digit നമ്പർ 99. ഏറ്റവും വലിയ 3-digit നമ്പർ ഏതാണ്? 999 അല്ലെ. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്പർ വരുന്നത്? 999 നമുക്ക് നമ്പർ കൊടുക്കാം. ഇനി 4-മത്തെ വെഹിക്കിൾ നോക്കിയേ, 1 more than the largest 2-digit നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 more than. അപ്പൊ 2-digit നമ്പർ എത്രയാണ്? ഏതാണ്? 99. അപ്പൊ അതിനേക്കാൾ കൂടുതൽ, മോർ ദാൻ എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ. അപ്പോൾ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 99നോട് കൂടി എന്ത് ചെയ്യണം? നമ്മളിവിടെ 1 കൂട്ടണം അല്ലെ, 1 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 100. എത്രയാണ്? 100. അപ്പൊ എല്ലാ വണ്ടിയുടെയും നമ്പർ കിട്ടി അല്ലെ. നോക്കിക്കേ, 842, പിന്നെ ഏതാണ്? 909, 999, 100. എല്ലാ വെഹിക്കിൾസിന്റെയും നമ്പർ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ. വാവ്, 1000. റീഡ് മൈ നമ്പർ. അപ്പം ടോട്ടോക്കാർ നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടോട്ടോക്കാർ ഒരു ക്ലൂ തരുവാണ്. എന്ത് ക്ലൂ ആണ് തന്നേക്കുന്നത്? മൈ നമ്പർ ഈസ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ എന്നാണ് പറയുന്നത്. ഏറ്റവും ചെറിയ 4-അക്ക സംഖ്യ എന്നാണ് ക്ലൂ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് നമ്പർ വരുന്നത്? 1000. ഏതാണ്? 1000. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഫൈൻഡ് ദ പെയർസ് ഓഫ് വെഹിക്കിൾസ് ഹൂസ് നമ്പേഴ്സ് ആഡ് അപ് ടു ടോട്ടോ കാർസ് നമ്പർ, ഡ്രോ ലൈൻസ് ടു ജോയിൻ ദം.
അപ്പോൾ ടോട്ടോക്കാരന്റെ നമ്പർ എത്രയാണ്? 1000 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആ 1000 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പറുമായിട്ട് ജോയിൻ ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക? ആ നമ്പറുമായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ നോക്കിക്കേ, 505 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടുകൂടി എത്ര കൂട്ടിയാലാണ് നമുക്ക് 1000 കിട്ടുക എന്നാണ് നോക്കുന്നത്. 500 കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക? 500 കൂടെ അല്ലെ. അപ്പൊ 505 ആവുമ്പോഴോ അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 495 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വരച്ച് ചേർക്കേണ്ടത്? 495ന്റെ നേരെ വരച്ച് ചേർക്കുക. ഇനി അടുത്തതാണ് 999. അതിന്റെ കൂടെയോ 1 കൂട്ടണം അല്ലെ. അപ്പൊ 1 എഴുതിയിരിക്കുന്ന 1 എഴുതിയിരിക്കുന്ന വേക്കിന്റെ നേരെ വരച്ച് ചേർക്കുക. പിന്നെ ഏതാണ്? 750. അതിന്റെ കൂടെ എത്ര കൂട്ടണം? നമുക്ക് 1000 കിട്ടണമെങ്കിൽ 250 കൂട്ടിയാലാണ് നമ്മൾക്ക് 1000 കിട്ടുക. ഇനി 990. അതിന്റെ കൂടെയോ 10 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക. ഇനി നെക്സ്റ്റോ 900ന്റെ കൂടെ 100 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക. അപ്പൊ നിങ്ങൾ ഓരോന്നും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കൂട്ടി ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെയാണ് നമ്മൾ അഡീഷൻ പഠിക്കുന്നത്. Just one more. Next page നോക്കിയേ. What is the number shown in the abacus? അവിടെ അബാക്കസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അബാക്കസിൽ കാണുന്ന സംഖ്യ എത്രയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഏതാണ് സംഖ്യ വരിക? 100ന്റെ പ്ലേസിൽ 9 ബീഡ്സ് ഉണ്ട്, 10ന്റെ പ്ലേസിലും 9 ബീഡ്സ്, 1ന്റെ പ്ലേസിലും 9 ബീഡ്സ്. അപ്പോൾ അബാക്കസിൽ കാണുന്ന സംഖ്യ ഏതാണ്? 999. ഇനി if we add one more എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് സംഖ്യ എത്രയായിരിക്കും കിട്ടുക എന്നാണ്. 999 പ്ലസ് 1 ഒന്നും കൂടി കൂട്ടി നോക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുക? 1000. എത്രയാണ്? 1000. Throw this number in the abacus. എന്നിട്ട് നമ്മൾ എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ നമ്പർ അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അബാക്കസിൽ ആ നമ്പർ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കും ബീഡ്സ് വരയ്ക്കുക? 1ന്റെ അവിടെ വേണോ? വേണ്ട. 10ന്റെ അവിടെ വേണോ? വേണ്ട. 100ന്റെ അവിടെ വേണോ? വേണ്ട. പിന്നെ എവിടെയാണ് വരയ്ക്കേണ്ടത്? 1000ന്റെ അവിടെ ഒരു ബീഡ്സ് വരച്ചാൽ മതിയാവും. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 1000. ഇവിടെ ഒരു പസിൽ കോർണർ കൊടുത്തിരിക്കുന്നു. നോക്കിയേ. ഹൂ ആം ഐ? ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. 1 bead in the abacus. ക്ലൂ തന്നിട്ടുണ്ട് അല്ലെ. 1 bead in the abacus. അബാക്കസിൽ ഒരു ബീഡേ കാണുള്ളൂ. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാർജർ ദാൻ ദ ലാർജസ്റ്റ് 3-digit number. അപ്പൊ ലാർജസ്റ്റ് 3-digit നമ്പർ എത്രയാണ്? 999. അപ്പൊ അതിനേക്കാൾ കൂടുതൽ എന്നാണ് പറഞ്ഞിരുന്നത്. ലാർജർ എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ. ലാർജർ ദാൻ അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ എത്രയായിരിക്കാൻ വരിക? 1000. അപ്പോൾ who am I? which is my position in the abacus? അപ്പൊ 1000 ആണ് അല്ലെ. അപ്പൊ ഏത് പൊസിഷനിലായിരിക്കും? ഏതായിരിക്കും പൊസിഷൻ? 1000 പ്ലേസിലായിരിക്കും ഒരു ബീഡ്സ് വരയ്ക്കുക. അപ്പൊ അവിടെ ആൻസർ എഴുതേണ്ടത് ഹൂ ആം ഐ എന്ന് ചോദിക്കുമ്പോൾ 1000 എഴുതുക. ഏത് പ്ലേസിലാന്ന് ചോദിക്കുമ്പോൾ 1000 പ്ലേസ് എന്ന് വേണം നമ്മൾ അവിടെ എഴുതാൻ വേണ്ടി. പെട്രോൾ പമ്പ്. കാർസ് ഇൻ ദ റേസ് ഫീൽഡ് പെട്രോൾ ഫോർ 1000 rupees. അപ്പം കാറോട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്? 1000 രൂപയ്ക്ക് 1000 rupeesന് പെട്രോള് നിറച്ചു. അപ്പൊ ഓരോരുത്തരും കൊടുത്ത നോട്ടുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ടോട്ടോക്കാർ ഗേവ് 100 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടോക്കാർ എത്രയാണ്? 100 രൂപയുടെ നോട്ടുകളാണ്. അപ്പൊ എത്ര 100 രൂപ കൂടുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ 100 രൂപയുടെ എത്ര നോട്ടുകൾ കൂടുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക? 10 അല്ലെ. 10 നോട്ട്സുകൾ കൂടുമ്പോൾ 10 നോട്ട്സ് ഓഫ് 100 rupees add up to 1000 അല്ലെ. 10 നോട്ടുകൾ വേണം. 100 രൂപയുടെ എത്ര നോട്ടുകൾ വേണം? 10 നോട്ടുകൾ വേണം. അപ്പൊ ഹൗ മെനി നോട്ട്സ് എന്നുള്ളടത്ത് എത്ര എഴുതണം? 10. ഇനി അടുത്തതോ. ടോമോക്കാർ ഗേവ് എ ഷെഫ് ഓഫ് 10 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? അപ്പൊ ടോമോക്കാർ എത്രയാണ്? 10 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തത്. അപ്പൊ എത്ര നോട്ടുകളാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര നോട്ടുകളായിരിക്കാം?
100 നോട്ട്സുകൾ അല്ലെ, 100 നോട്ട്സുകളാണ്. 10 ആണ് കൊടുത്തിരിക്കുന്നത്. 10 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എത്രയാണ് അവിടെ എഴുതേണ്ടത്? 100 നോട്ട്സ് ഓഫ് 10 rupees അല്ലെ, 10 rupeesന്റെ 100 നോട്ട്സ് ആഡ് അപ് ടു 100. അപ്പൊ അവിടെ എത്രയാണ് എഴുതേണ്ടത്? 100. ഇനി അടുത്ത നെക്സ്റ്റ് എത്രയാണ്? ബഗ്ഗി കാർ ഗേവ് 1 rupee കോയിൻസ്. ഹൗ മെനി കോയിൻസ്? അപ്പൊ ബഗ്ഗി കാർ എത്രയാണ്? 1 രൂപയുടെ നാണയങ്ങളാണ് കൊടുത്തത്. അപ്പൊ എത്ര നാണയങ്ങൾ വേണം 1000 ആകണമെങ്കിൽ? 1000 നാണയങ്ങൾ അല്ലെ. 1000 കോയിൻസ് ഓഫ് 1 rupees ആഡ് അപ് ടു 1000. Car race. The car race is going on in the car race circuit. 1000 points are got for finishing each round. The number of rounds completed by each car is given below. കാൽക്കുലേറ്റ് ദെയർ പോയിന്റ്സ്. അപ്പൊ റേസ് സർക്യൂട്ടിൽ എന്താണ്? കാറുകളുടെ മത്സരോട്ടം നടക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പോയിന്റ് കിട്ടും? 1000 പോയിന്റ്, 1000 പോയിന്റ് ആണ് കിട്ടുന്നു. അപ്പൊ ഓരോ കാറും ഓടിത്തീർന്ന റൗണ്ടുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോയിന്റ്സുകൾ കണക്കാക്കി എഴുതണം. അപ്പൊ ഓരോരുത്തരുടെയും പേരുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. മിക്കി 1 റൗണ്ട് പൂർത്തിയാകുമ്പോൾ എത്ര കിട്ടും? 1000 അല്ലെ. അപ്പൊ സ്കൈ ബി നെക്സ്റ്റ് ആരാണ്? സ്കൈ ബി. സ്കൈ ബി 5 റൗണ്ട് ആണ്. അപ്പൊ എത്രയാണ്? 5000 അല്ലെ. ബഗ്ഗി 3 റൗണ്ട്. അപ്പോളോ 3 പ്രാവശ്യം 1000 വരുമ്പോ എത്രയാണ്? 3000. പിന്നെ ആരാണ്? ആൽഫ 6 റൗണ്ട്. അപ്പൊ എത്ര വരും? ഒരു റൗണ്ടിൽ 1000. അപ്പൊ 6 റൗണ്ട് ആകുമ്പോഴോ 6000. ഇനി ടോമോകാറോ 7. അപ്പൊ 7000. ഫ്ലോറ 4000. ഫ്രെഡി 8 റൗണ്ട് 8000. സ്പീഡി 9 റൗണ്ട് 9000. ടോട്ടോ 10 റൗണ്ട് അല്ലെ. അപ്പൊ 10,000. ബോണി 2. അപ്പൊ എത്ര വരും? 2000. അക്കോർഡിംഗ് ടു ദ പോയിന്റ്സ് ഗോട്ട് ബൈ ദ കാർസ്, write their names in order, write them in different ways. അപ്പൊ അവരുടെ പോയിന്റ്സ് അനുസരിച്ച് ഓർഡറിൽ എഴുതുവാണെങ്കിൽ, ആ പോയിന്റ്സ് അനുസരിച്ച് ഓർഡറിൽ എഴുതുവാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10,000 അല്ലെ. എന്നിട്ട് നൗ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കാർസ് ഇൻ ദ ഓർഡർ. എന്നിട്ട് കാറിന്റെ നെയിമും കൂടെ നമുക്ക് വേണമെങ്കിൽ ഓർഡറിൽ എഴുതാം. ഇനി ഇത് വേണമെങ്കിൽ വേറെ ഓർഡറിൽ എഴുതാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദം ഇൻ ഡിഫറെന്റ് വേസിൽ. ഇപ്പോൾ നമ്മൾ 1000 തൊട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതിയത് അല്ലെ. അത് അങ്ങനെ എഴുതുന്നതിന് എന്താണ് പറയുക? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നതിന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലോ. എന്താണ്? അസെൻഡിങ് ഓർഡർ അല്ലെ. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുമ്പോ എന്താണ് പറയുക? ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുവാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചെഴുതുക. എങ്ങനെ വരും? 10,000, 9,000, 8,000, 7,000, 6,000, 5,000, 4,000, 3,000, 2,000, 1,000 അങ്ങനെ വരും. ഞാൻ എന്റെ നെയിംസും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ലെറ്റ്സ് ക്ലൈംബ് അപ്പ്, റൈറ്റ് ദ നമ്പർ ഓൺ ഈച്ച് സ്റ്റെപ്പ്. അപ്പൊ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച അതേപോലത്തെ തന്നെ ഇത് തന്നെയാണ് അടുത്തതും. അപ്പൊ ആ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാനാണ്. എത്ര 1000 കൂടുമ്പോൾ? 2000 കൂടുമ്പോൾ 2000. 3 എണ്ണം വരുമ്പോഴോ 3 ആകുമ്പോഴോ 3000. 4 ആകുമ്പോൾ 4000 സ്റ്റെപ്പിൽ എഴുതുക. അങ്ങനെ 4000. 5000 ആകുമ്പോൾ 5000. 6 ആകുമ്പോൾ 6000. 7000, 8000, 9000, 10,000. അങ്ങനെ ആ സ്റ്റെപ്പേ കൂടെ നമ്മൾ എല്ലായിടത്തും എഴുതുക. പിന്നെ കോളങ്ങളിൽ എത്ര 1000 വീതം വരുന്നുണ്ടെന്നും നമ്മളവിടെ ഫില്ല് ചെയ്ത് എഴുതുക. അതിന്റെ താഴെ എല്ലാം വന്നിരിക്കുന്നത് എന്താണ്? മിക്കി, ബോണി, ബഗ്ഗി, ഫ്ലോറ, സ്കൈബി, ആൽഫ, ടോമ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ. അപ്പൊ അവരുടെ എല്ലാം ആർക്കാണ് ആരുടെയൊക്കെ പോയിന്റ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് എഴുതി കൂട്ടി എഴുതാൻ പഠിച്ചാൽ മാത്രം മതിയാകും. Throw the points Skyby car
ഗോട്ട് ഇൻ ദ അബാക്കസ്. അപ്പൊ സ്കൈ ബി കാറിന് ലഭിച്ച പോയിന്റുകൾ നമ്മൾ അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്കൈ ബി കാറിന്റെ പോയിന്റ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5000. അവിടെ മുകളിൽ നോക്കിയാൽ മതി. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 5000. അത് നമ്മൾ എന്ത് ചെയ്യണം? അബാക്കസിൽ വരച്ചു ചേർക്കണം. അപ്പൊ അബാക്കസിൽ വരയ്ക്കുമ്പോ എവിടെയാണ് വരയ്ക്കേണ്ടത്? 1000ന്റെ പ്ലേസിൽ വേണം വരയ്ക്കാൻ. എത്ര ബേർഡ്സ് വേണം? 5. ഇനി അടുത്തത് എത്രയാണ്? ഡ്രോ ദ പോയിന്റ്സ് സ്പീഡി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. സ്പീഡി കാറിന്റെ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണ് വരുന്നത്? സ്പീഡി കാറിന് എത്രയാണ് വരുന്നത്? 9000. അപ്പൊ 1000ന്റെ ആ ബീഡ്സ് വരുന്നിടത്ത് എന്ത് ചെയ്യണം? അബാക്കസില് 9 ബീഡ്സുകൾ വരച്ചു ചേർക്കണം. 10 of thousands make 10,000. 10,000 കൂടുമ്പോ എത്രയാണ്? 10,000 വരും. അപ്പം വാട്ട് അബൌട്ട് 20 of 1000 എത്രയാണ് വരുന്നത്? 20,000 കൂടുമ്പോ എത്ര വരും? 20,000. ഇനി റൈറ്റ് ദ സംസ് എഴുതാൻ വേണ്ടിയാണ്, സമ്മ എഴുതാൻ വേണ്ടിയുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ കോളത്തിൽ 10ന്റെ എഴുതുക, രണ്ടാമത്തെ കോളത്തില് 100ന്റെ, മൂന്നാമത്തെ കോളത്തില് 1000ന്റെ, ഫോർത്തില് 10,000ന്റെ, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ കോളത്തില് 5 + 5. അപ്പൊ 100ന്റെ ആവുമ്പോ എത്ര വരും? 50 + 50. 1000ന്റെ അപ്പൊ എത്ര വരും? 500 + 500. 10,000 വരുമ്പോ 5,000 ആവും. അതുപോലെ എല്ലാ സംഖ്യകളുടെ എഴുതണം. അപ്പൊ 6 + 4 അതിന്റെ എത്ര വരും? 60 + 40. പിന്നെ 1000 ആവുമ്പോൾ 600 + 400. പിന്നെ 6000 + 4000 കൂടുമ്പോഴാണ് നമുക്ക് 10,000 കിട്ടുക. ഇനി 7 + 3 ആവുമ്പോഴോ 70 + 30. 700 + 300. പിന്നെ 7,000 + 3,000. അതുപോലെ വേറെ അടുത്ത സംഖ്യ ഏതാണ് വരുന്നത്? 8 വരും. 8 വരുമ്പോൾ 8 + 2. അപ്പൊ എത്രയാണ് വരുന്നത്? 80 + 20. 800 + 200. 8,000 + 2,000. ഇനി 8 കഴിഞ്ഞാൽ പിന്നെ 9 വരുമ്പോ 9നോടുകൂടി എത്ര കൂട്ടുമ്പോഴാണ് 10 കിട്ടുക? 9 + 1. അപ്പൊ നെക്സ്റ്റ് 100ന്റെ കോളത്തിലോ 90 + 10. 900 + 100. 9,000 + 1000. നെക്സ്റ്റ് സ്പീഡോമീറ്റർ. എന്താണ്? അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ? എന്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്പീഡോമീറ്റർ ആണ്. അതായത് കാറൊക്കെ മത്സര ഓട്ടം നടക്കുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഇതെല്ലാം സ്പീഡാണ് മത്സരത്തിന് നോക്കുന്നത്. ബിഫോർ ദ റേസ് ടോട്ടോ കാർ ഹാഡ് ഡൺ 1000 kilometers. 1 lap of the race is 1 kilometer. അപ്പൊ കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ കാർ എത്ര കിലോമീറ്റർ ആയി? 1000 കിലോമീറ്ററിലാണ്. അപ്പൊ മത്സരത്തില് ഒരു ലാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോമീറ്റർ. അപ്പൊ അത് വെച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടി. അപ്പൊ 1000 കൂടെ കൂട്ടി വേണം നമ്മൾ എഴുതാൻ വേണ്ടി. 1000 + 1. അപ്പൊ എത്രയായി? ഒരു ലാപ്പ് കഴിഞ്ഞപ്പോ എത്രയായി? 1001. 1000 + 2. 1002. അത് കഴിയുമ്പോ എത്ര ലാപ്പാണ്? 3 ലാപ്പ് അല്ലെ? അപ്പൊ 1003. 1000 + 4 എന്ന് പറയുന്നത് 1004. 1000 + 5. 1005. 1000 + 6. 1006. 1000 + 7. 1007. ഇനി വാട്ട് വുഡ് ബി ദ സ്പീഡോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ 11 ലാപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 + 11 അല്ലെ? 1000ന്റെ കൂടെ 11 കൂട്ടി നോക്കണം. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 1011. ഇനി ആഫ്റ്റർ 15 ലാപ്സ് എന്ന് ചോദിക്കുമ്പോഴോ 1000ന്റെ കൂടെ നമ്മൾ എത്രയും കൂടെ കൂട്ടണം? 15 കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1015. നിങ്ങൾ എല്ലാം ഒന്ന് കൂട്ടി നോക്കണം കേട്ടോ. എല്ലാം കൂട്ടാൻ അറിയാവോ നിങ്ങൾക്ക്? അഡീഷൻ ഒക്കെ അറിയാവോ? ടേബിൾസ് ഒക്കെ നന്നായി എല്ലാ ദിവസവും ഒന്ന് ചെല്ലി നോക്കണം. രാവിലെ എണീക്കുമ്പോഴൊക്കെ വെറുതെ കേട്ടോ. ഒരെണ്ണമെങ്കിലും ഒരെണ്ണം ഒന്ന് വെറുതെ എഴുതി നോക്കുവോ ചെല്ലി നോക്കുവോ ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് മനപ്പാഠമാക്കാൻ പറ്റുകയുള്ളൂ. ആഫ്റ്റർ 25 ലാപ്സ്. 25 ലാപ്സ് എന്ന് പറയുമ്പോൾ 25 റൗണ്ട് പോയി കഴിയുമ്പോൾ എത്ര വരും നമുക്ക്? 1000 + 25. എത്രയാണ്? 1025. റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ്. അപ്പൊ 1000ന്റെ ഒരു ബണ്ടിൽസ് അവിടെ കാണാൻ പറ്റും. പിന്നെ സെപ്പറേറ്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്നാണ് അവിടെ കോലുകൾ ഇരിക്കുന്നത് അല്ലെ? 1 ഉണ്ട്. അപ്പൊ 1001.
അപ്പൊ അത് ഓരോ മെത്തേഡിലാണ് അവിടെ എഴുതിയിരിക്കുന്ന, ഒരു പ്രത്യേകതരം മെത്തേഡിലാണ് നോക്കണം. അപ്പൊ 1000-നൂടെ 1 കൂട്ടുമ്പോൾ 1001. എന്നിട്ട് പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം, അബാക്കസിൽ വരച്ച് ചേർത്തിരിക്കുന്നതാണ് കാണുന്നത്. അബാക്കസിൽ വരച്ച് ചേർക്കുമ്പോൾ 1000-ന്റെ അവിടെ ഒരു ബീഡ്സ് വരും, പിന്നെ 1s-ന്റെ അവിടുത്തെ ബീഡ്സുകളുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ കോളത്തില് 1002 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1002 നോക്കുക. പിന്നെ മൂന്നാമത്തെ കോളത്തിലോ 1003 അല്ല വന്നിരിക്കുന്നത്, 1004 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണേ, ഓർഡറിലാന്ന് ഓർത്ത് എഴുതി പോകരുത്. അത് കഴിഞ്ഞിട്ടോ 1006, 1005, 1009, 1007, 1008, 1010. അപ്പൊ അത് അബാക്കസിൽ അവിടെ വരച്ച് ചേർത്തിട്ടുണ്ട്. 1010 അബാക്കസിൽ വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കണം, 1000-ന്റെ പ്ലേസിലെ അബാക്കസിലും വരയ്ക്കണം, പിന്നെ 10s-ന്റെ അവിടെ ഒരു ബേഡ്സ് വരയ്ക്കണം. അപ്പം 1010 എന്ന് കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് പേജിൽ കമ്പൈനിങ് വിത്ത് 1000-ന്റെ കൂടെ കൂട്ടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. 100-ഉം 200-ഉം ചെറിയ സംഖ്യകളൊക്കെ കൂട്ടുന്നതാണ്. അപ്പൊ 1000-ന്റെ കൂടെ 100 കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 1000 എങ്ങനെയാണ് വായിക്കുന്നത്, 1000 1000-ന്റെ കൂടെ ആൻഡ് 100. അടുത്തത് വായിക്കുന്നത് എങ്ങനെയാണ്, 1000-ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ 1010. ഇനി അടുത്തതോ 2000 + 200 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2000 ആ പെൻസിൽ പോലെ ഉള്ളിടത്ത് എന്ത് എഴുതണം, 2000, 200, 2000, പിന്നെ എത്രയാണ് 200, 2200 വായിക്കുന്നത്. 3000 അടുത്തതോ 3040 അല്ലെ, 3000-നോട് 40 കൂടുമ്പോൾ 3040. നെക്സ്റ്റ് 3005. ഇനി അടുത്തത് 1000 + 300 + 30. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്, ആദ്യത്തെ കോളത്തിൽ 1000 എഴുതുക, 300 എഴുതുക, 30 എഴുതുക. അപ്പൊ എത്ര വരും, 1330. അടുത്തതോ 5033. നെക്സ്റ്റോ 8303. എങ്ങനെയാണ് വായിക്കുന്നത്, 8303. ഇനി ലാസ്റ്റത്തെ 600 + 700 + 40 + 8. എങ്ങനെയാണ് അത് കൂട്ടുമ്പോൾ കിട്ടുന്നത്, 6748. ഇനി ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഫ്രം 1000 to 1200? 1000 തൊട്ട് 1200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് നമ്പേഴ്സ് 1000 to 1200 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, -1000 കുറച്ച് നോക്കുക. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക, 200 കിട്ടും. അതിനോടുകൂടി എന്ത് ചെയ്യണം, ഒന്നും കൂടി കൂട്ടണം, കാരണം ഫ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1000 നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അല്ലെ. അപ്പൊ എത്ര കിട്ടും, 201 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. നമ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളത് വേർഡ്സിൽ എഴുതണം. അല്ലാതെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്പേഴ്സും എഴുതണം. അപ്പൊ ഫസ്റ്റത്തെ എങ്ങനെയാണ് വേർഡ്സിൽ എഴുതുന്നത് വായിച്ചേ, 5250. ഇനി അടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ നമ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 7707. അടുത്തതോ 9080. അടുത്തത് 9009. അപ്പോൾ ഓരോ സംഖ്യകളും അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കി എഴുതുക. നെക്സ്റ്റ് നമ്പർ കാർഡ് ഉണ്ടാക്കാനാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, 2 സംഖ്യകൾ വെച്ചൊക്കെയാണ് നമ്പർ ഉണ്ടാക്കാൻ പഠിച്ചത്. ഇത് 4 സംഖ്യകളുണ്ട്. അപ്പൊ ഇത് വെച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ നമ്പറുകളും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. See the number cards. Write the 4-digit numbers that can be made with them. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ 4 കോളത്തിലായിട്ട് എഴുതുക ഏതൊക്കെ നമ്പറാണ് വരുന്നത്. 3581, 3518. അങ്ങനെ ഓരോ കാർഡുകൾ, ഓരോ നമ്പേഴ്സും എഴുതുക. അങ്ങനെ 4 കോളത്തിലായിട്ട് ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതി നോക്കുക. എന്നിട്ട് അത് ശരിയാണോ എന്ന് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ എന്നിട്ട് എന്താണ്, ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? 5 വെച്ച് തുടങ്ങുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കണം. എത്ര നമ്പേഴ്സ് ഉണ്ട്, 6. ഇനി ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ 10th place? എന്താണ്,
എത്ര നമ്പേഴ്സ് ഉണ്ട്? 10ന്റെ പ്ലേസിൽ, അതായത് 10ന്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 6. റൈറ്റ് ദിസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പം സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് ഈ നമ്പറിൽ ഓർഡറിൽ അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടീച്ചർ അവിടെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? റീഡിങ് ദ നമ്പർ. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. അപ്പൊ സ്പീഡി കാറിന്റെ നമ്പർ പ്ലേറ്റ് എന്ത് പറ്റി? മുഴുവൻ മണ്ണായിട്ട്, അപ്പൊ ഇത് ചെളി പുരണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്പർ കണ്ടുപിടിക്കുന്നത്? നമ്പർ നൗ സീൻ 9 വെൻ ക്ലീൻഡ് എ ബിറ്റ് ലിറ്റിൽ ബിറ്റ്. അതായത് കുറച്ച് ഭാഗം ക്ലീൻ ചെയ്തപ്പോൾ എത്രയായി? 99. ആഫ്റ്റർ ക്ലീനിങ് സം മോർ 999. വെൻ ഓൾമോസ്റ്റ് ക്ലീൻഡ് 9999. അപ്പൊ 9 + 1 എത്രയാണ്? 10. 99 + 1 100. 999 + 1 അപ്പൊ എത്ര വരും? 1000. 9999 + 1 അപ്പൊ എത്രയാണ് വരിക? 10,000. നെക്സ്റ്റ് എന്താണ്? മഡ് റേസ് ആണ്. അപ്പൊ നിങ്ങൾ സ്നേക്ക് ലാഡർ ഒക്കെ നിങ്ങൾ വീട്ടിൽ കളിച്ചിട്ട് കാണും അല്ലെ? പാമ്പും കോവണിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ കാണും അല്ലെ? അതുപോലെ തന്നെ ഏകദേശം കളിക്കുന്ന ഒരു ഗെയിം ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ് 100, 200, 300, 600. മൂവ് ദ കാർ ടു ദ നമ്പർ ത്രോൺ. ഇഫ് യു ലാൻഡ് ഓൺ എ bridge, you can move across to go forward. If you land on a pit, you slide backwards. The first to reach 11,000 wins. അപ്പം ഇത് നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കളിക്കേണ്ടത്? 100, 200 അങ്ങനെ 600 വരെ എഴുതിയ ഒരു ഡൈസ് ഉപയോഗിച്ച് വേണം കളിക്കാന്. ഡൈസ് ഇങ്ങനെ നമ്മൾ പാമ്പ് കോണിക്കൊക്കെ കുലുക്കി ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ വീഴുമ്പോൾ മുകളിൽ കാണുന്ന സംഖ്യക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം? കാറ് നീക്കാൻ പറ്റും. അപ്പം പാലം വന്നാൽ എന്താണ്? പാലത്തിൽ കയറി മുന്നോട്ടും, കുഴി വീണ എന്താണ്? പുറകോട്ടും എത്തും. അങ്ങനെ ആദ്യം 11,000 എത്തുന്ന ആൾ എന്ത് ചെയ്യും? വിജയിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് കളിച്ചു നോക്കുക. Look at the picture on the first page of this session. Write the distance on the last two boards. അപ്പൊ എത്രയാണ് വരിക? ഡിസ്റ്റൻസ് എത്രയാണ്? 11,000. എത്രയാണ് വരിക? 1,100ഉം 1,200ഉം. എത്രയാണ് വ്യത്യാസം വരിക? ഡിസ്റ്റൻസ് എത്രയൊക്കെ ആയിരുന്നു? ഫസ്റ്റ് പേജ് നോക്കിയാൽ മതി കേട്ടോ. 1,100ഉം 1,200ഉം. Gift. Toto won the race, got a trophy and a cash prize. The money was given as a check. Write the amount in the check in numbers. അപ്പം ടോട്ടോക്കാരന് എന്നാണ്? കാറോട്ട മത്സരത്തിൽ വിജയമായിട്ട് ടോട്ടോയ്ക്ക് ട്രോഫിക്കൊപ്പം എന്ത്? ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ ആ സമ്മാനം ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചെക്കിൽ എന്താണ്? തുക എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളോടത് നമ്പേഴ്സിൽ നമ്മൾ അവിടെ എഴുതണം. അപ്പൊ എത്രയാണ് എഴുതേണ്ടത്? അവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 9,999 എന്ന് നമ്മൾ അവിടെ എഴുതുക. ആ ചെക്കിന്റെ തുക എഴുതുന്ന റുപ്പീസ് എന്നുള്ള ചിഹ്നത്തിന്റെ അവിടെയായിട്ട് എഴുതുക. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ട്രാവൽഡ്. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ കാറും സഞ്ചരിച്ച ദൂരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മിക്കി, ബോണി, സ്പീഡി, അപ്പോൾ പിന്നെ ഫ്രെഡി, ഫ്ലോറ, ടോട്ടോ. അപ്പൊ ഓരോരുത്തരും സഞ്ചരിച്ച ദൂരങ്ങളാണ് അവിടെ കിലോമീറ്റർ കൊടുത്തിരിക്കുന്നത്. ടാബുലേറ്റ് ദ കാർസ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ദേ ഹാവ് ട്രാവൽഡ് വിത്ത് ദ കാർ വിച്ച് ട്രാവൽഡ് മോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ കാർ വിച്ച് ട്രാവൽഡ് ദ ലീസ്റ്റ് അറ്റ് ദ എൻഡ്. അപ്പോൾ ഓടിയ ദൂരത്തിനനുസരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കൂടുതൽ ദൂരം ഓടിയത് ആദ്യം, കുറച്ചു ദൂരം ഓടിയതോ അവസാനവും എഴുതണം. അങ്ങനെ വേണം എഴുതാൻ. കൂടുതൽ ദൂരം ഓടിയതാ വേണം നമ്മൾ ആദ്യം എഴുതാൻ, കുറവ് ദൂരം ഓടിയത് അവസാനവും എഴുതണം. അപ്പൊ ആദ്യം ഏതാണ് വരുന്നത്? ടോട്ടോ കാർ അല്ലേ? അപ്പൊ അതെത്രയാണ്? 8,564. സെക്കൻഡ് ഏത് വരും? മിക്കി, 8,546. തേർഡ് മൂന്നാമത് ആരാണ്? ബോണി, 7,982. ഫോർത്തില് 6,735. ഫിഫ്തില് 6,375.
സിക്സ്ത്തിൽ ആരാണ് വരുന്നത്? ലാസ്റ്റ് ആരാണ് വരുന്നത്? 5140. അപ്പൊ ആ ഓർഡറിൽ വേണം നിങ്ങൾ അവിടെ എഴുതാൻ വേണ്ടി. Buggy car's number. Take one bead from the 1000 place in the abacus and put in the ones place. What is the number now എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അവിടെ ഒരു അബാക്കസ് കാണില്ലേ? അബാക്കസിലെ 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 1ന്റെ സ്ഥാനത്ത് ഇടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഒന്ന് 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ബീഡ്സ് എടുത്തു. ഇപ്പൊ എത്ര ബീഡ്സ് ആണ് അവിടെ നിലവിലുള്ളത്? 5 ബീഡ്സ് ഉണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്ന് ഒരു ബീഡ്സ് എടുത്ത് നമ്മൾ അപ്പുറത്തേക്ക് ഇടുക. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുക? നമ്പർ എത്ര കിട്ടും? 4001. എത്രയാണ്? 4001. Buggy car's number is the difference of the first number in the abacus and the number in it now. അപ്പം ബഗ്ഗി കാറിന്റെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് ബഗ്ഗി കാറിന്റെ നമ്പർ. അപ്പൊ ആദ്യം കിട്ടിയ സംഖ്യ എത്രയായിരുന്നു? അബാക്കസില് 5000. ഇപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 4001. അപ്പൊ ഇതിൽ നിന്നും ഇതിന്റെ വ്യത്യാസം, അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോ എത്രയാണ്? 5000 4001 കുറച്ച് കഴിയുമ്പോ നമുക്ക് എത്ര കിട്ടും? 999. അപ്പൊ ഏതാണ് സംഖ്യ? 999. Adding one more. What is the number in the abacus? What is the number got by adding one to it? അപ്പോൾ അബാക്കസിൽ കാണുന്ന സംഖ്യ എത്രയാണ്? 9999 ആണ് കിട്ടുന്നത്. അപ്പൊ അതിനോടുകൂടി 1 കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുക? 10,000. എത്രയാണ്? 10,000. ടോമോക്കാർ ഇൻ വർക്ക്ഷോപ്പ്. നെക്സ്റ്റ് എന്താണ്? ടോമോക്കാർ വർക്ക്ഷോപ്പിലാണ് അല്ലെ? ടോമോക്കാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയർസ് ആഫ്റ്റർ ദ റേസ്. 3,500 rupees was spent to change the battery, 2,500 rupees for engine work and 4,000 rupees for painting. What is the total amount spent? അപ്പൊ എന്താണ്? കാറോട്ട മത്സരമൊക്കെ കഴിഞ്ഞിട്ട് കേടുപാടുകളൊക്കെ മാറ്റുന്നതിന് ടോമോക്കാർ എന്ത് ചെയ്തു? വർക്ക്ഷോപ്പിലേക്ക് മാറ്റി അല്ലേ? അപ്പൊ ബാറ്ററി മാറ്റാൻ എത്രയാണ്? 3,500 രൂപ. 3,500. പിന്നെ എത്രയാണ്? എൻജിൻ പണിക്ക് 2,500. 2,500. പെയിന്റിങ്ങിന് 4,000. അപ്പൊ ആകെ എത്ര രൂപയായെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതുന്നത്? നിങ്ങൾക്ക് എന്താണ്? വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം റീഡിങ് ദ പ്രോബ്ലം. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്? എമൗണ്ട് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി 3,500 rupees. ഇനി എമൗണ്ട് സ്പെൻഡ് ഫോർ എൻജിൻ വർക്ക് 2,500. ഇനി എമൗണ്ട് സ്പെൻഡ് ഫോർ പെയിന്റിങ്ങിന് എത്രയാണ്? 4,000. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്നത് എത്രയാണെന്ന് വേണം നമ്മൾ എഴുതാൻ വേണ്ടി. എത്ര കിട്ടും നമുക്ക്? ആദ്യമേ 3,000ഉം 3,500ഉം 2,500ഉം കൂടെ കൂട്ടി നോക്കിയേ. അപ്പൊ എത്രയാവും? 6,000 അല്ലെ? 6,000 കൂടെ പിന്നെ എത്ര കിട്ടും നമുക്ക്? 4,000ഉം കൂടിയാണ് കൂട്ടേണ്ടത്. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 10,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ? ഇപ്പോൾ അവിടെ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എന്നുള്ളിടത്ത് 10,000 എന്ന് എഴുതുക. അടുത്ത് നോക്കിക്കേ, ഓൺ എ ടൂർ, യാത്ര പോകുന്നതാണ്. ടോട്ടോക്കാർ ഈസ് ബീങ് റെഡിഡ് ഫോർ ആൻ ഓൾ ഇന്ത്യ ടൂർ. ഓൾ 4 ടയേഴ്സ് ഹാവ് ടു ബി ചേഞ്ച്. ദ പ്രൈസ് ഓഫ് 1 ടയർ ഈസ് 2,500 rupees. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഫോർ 4 ടയേഴ്സ്. അപ്പൊ ടോട്ടോക്കാർ എന്താണ്? ഒരു അഖിലേന്ത്യാ യാത്രക്കുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അതിനായിട്ട് 4 ടയറുകളും മാറ്റണം. അപ്പൊ ഒരു ടയറിന് എത്രയാണ്? 2,500 രൂപ, അതായത് 2,500 rupees. അപ്പൊ ആകെ എത്ര രൂപ വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4 ടയറും മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ പ്രൈസ് ഓഫ് 1 ടയർ ആദ്യം എഴുതുക, 2,500 rupees. നമ്പർ ഓഫ് ടയേഴ്സ് 4. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ്? 4 പ്രാവശ്യം 2,500 rupees നമ്മൾ കൂട്ടി നോക്കണം. അപ്പൊ എത്രയാണ് വരിക? 10,000. എത്രയാണ്? 10,000 rupees നമുക്ക് ആൻസർ കിട്ടും.
Boni is an electric car. The amounts paid for recharge during its All India tour are given below. Calculate the total amount. അപ്പോൾ ബോണി എന്താണ് ഇലക്ട്രിക് ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം കാർ ചാർജ് ചെയ്യാൻ വേണ്ടി ചെലവായ തുക കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റത്തെ നോക്കിക്കേ, ആദ്യത്തെ എത്രയാണ് വന്നിരിക്കുന്നത്? 3500 റുപ്പീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡോ 2000. തേർഡ് ടൈം ചാർജ് ചെയ്തപ്പോൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 3000. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് മൂന്നും കൂടി കൂട്ടണം. 3500 പ്ലസ് 2000 പ്ലസ് 3000 മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8500. എത്രയാണ് കിട്ടുക? 8500. ഇനി പാറ്റേൺ കണ്ടുപിടിക്കാനുള്ളതാണ്. ആദ്യത്തെ പാറ്റേൺ നോക്കിയേ, 500, 1000, 1500. നെക്സ്റ്റ് എത്രയാണ് വരുന്നത്? 2000, 2500, 3000, 3500, 4000, 4500. അപ്പൊ ഇവിടെ എത്ര വീതമാണ് കൂടിയിരിക്കുന്നത്? 500 വീതം അല്ലെ? ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. 500 വെച്ച് ഇൻക്രീസ് ചെയ്ത് കൂട്ടി എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് അതുപോലെ എങ്ങനെ എഴുതാം? 4000, 6000, 8000, 10,000, 12,000, 14,000, 16,000, 18,000, 20,000. അപ്പൊ അവിടെയോ ഇൻക്രീസ്ഡ് ബൈ 2000. 2000 വീതം എന്ത് ചെയ്തിരിക്കുകയാണ്? കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, 7,628, 7,728. അടുത്തതോ 7,828. നെക്സ്റ്റ് എത്രയാണ് വരുന്നത്? 7,928, 8,028, 8,128, 8,228, 8,328, 8,428. ഇവിടെ എത്ര വീതമാണ്? 100 വീതം, 100 വീതം ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് സംഖ്യ എളുപ്പമാണ് നമുക്ക് എഴുതാൻ അല്ലേ? 2,222. അതെല്ലാം 4ന്റെ 5ന്റെ 6ന്റെ ആ ഓർഡറിൽ അങ്ങ് എഴുതിപ്പോയാൽ മതി. പക്ഷെ എത്ര വീതമാണ് കൂടിയിരിക്കുന്നത്? ഇൻക്രീസ്ഡ് ബൈ എത്ര വീതമാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ നിങ്ങള്? 1,111 വീതമാണ് കൂടിയിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് 100 വീതം ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. 9,400, 300, 200. പിന്നെ എന്താണ് വരുന്നത്? 9,100, 9,000, 8,900, 8,800, 8,700, 8,600. ഇവിടെ കുറഞ്ഞു വരികയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ പാറ്റേൺ ശ്രദ്ധിച്ചു വേണം എഴുതാൻ. ഇനി നെക്സ്റ്റ് എത്രയാണ്? 3,021, 4,132, 5,243. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? കൂടിയിരിക്കുകയാണ്. അപ്പൊ എത്ര വീതമാണ് കൂടിയിരിക്കുന്നത് നോക്കിയേ? 1,111 വീതമാണ് കൂടിയിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് കൂട്ടി മുന്നോട്ട് എഴുതണം. മൈ പാറ്റേൺസ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതോ ബുദ്ധിമുട്ടുള്ളതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസുകൾ അവിടെ എഴുതി പഠിക്കാവുന്നതാണ്. ഏത് വേണമെങ്കിലും എഴുതാം. 1000 എന്നോ 2,000, 3,000, 4,000 ആ ഓർഡറിൽ എഴുതാം. അല്ലെങ്കിൽ 2,000 വീതം 2,000, 4,000, 6,000 ആ പാറ്റേൺ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസുകൾ അവിടെ എഴുതാം. ടീച്ചർ അവിടെ 3 കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ നോക്കണം കേട്ടോ. ഇനി ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർ ദ റേസ് ദ ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ numbers from 5,000 to 5,050 to the cars. How many cars were in the race? അപ്പൊ എന്താണ് റേസിന് വേണ്ടി എന്താണ് അവിടെ നമ്പേഴ്സ് കൊടുക്കുകയാണ് അല്ലെ? മത്സരത്തിനുള്ള കാറ് റേസിൽ പങ്കെടുക്കുന്ന കാറുകൾക്ക് എന്ത് ചെയ്യുകയാണ്? അപ്പൊ അവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്തിരിക്കുക. അപ്പൊ ഏത് നമ്പർ തൊട്ടാണ്? 5,000 മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം 5,050 വരെയുള്ള നമ്പർ. അപ്പൊ മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു? അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒമ്പതെണ്ണം ചെയ്തതാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഫ്രം ആണ് വന്നിരിക്കുന്നത്. ബിറ്റ്വീൻ ആണെങ്കിലാണ് നിങ്ങൾ ഇടയിലുള്ള നമ്പർ കണ്ടുപിടിക്കുക. ഫ്രം വന്നേക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 5,050 മൈനസ് 5,000 കണ്ടുപിടിക്കുക. അതിനോടുകൂടി 1 കൂട്ടുക. അപ്പൊ എത്ര കാർസ് പങ്കെടുത്തു? 51 കാർസ് പങ്കെടുത്തു.
ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് 4-digit numbers using all the digits 5, 4, 0, 7. How many can you write? Draw the largest number in a abacus. Write this number in words. അപ്പോൾ നിങ്ങൾ അത് വെച്ച് എഴുതാവുന്ന എല്ലാ നമ്പേഴ്സും ടീച്ചർ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വെച്ച് എഴുതിയിട്ട് നോക്കിക്കേ, എത്ര നമ്പർ കിട്ടി നമുക്ക്? മൊത്തം 18 നമ്പേഴ്സ് കിട്ടി. അപ്പൊ ലാർജസ്റ്റ് 4-digit നമ്പർ ഏതാണ് വന്നിരിക്കുന്നത്? 7540. അപ്പൊ നിങ്ങൾ ലാർജസ്റ്റ് ചോദിക്കുന്നെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണം? ഏറ്റവും വലിയ സംഖ്യ അതിലെ ആദ്യം എഴുതുക, പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള എഴുതുക, പിന്നെ അതിന്റെ തൊട്ട് താഴെ, അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഏതാ സംഖ്യ എന്ന് എളുപ്പത്തിൽ കിട്ടും. 7540. അപ്പൊ അത് ആ ബാക്കസിൽ വരച്ചവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9999 ടു 10,100 വിച്ച് ഹാവ് 0 ഇൻ ദ വൺസ് പ്ലേസിൽ. വൺസ് പ്ലേസിൽ 0 വരുന്ന നമ്പറുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് വരിക? ഏതൊക്കെ വരും? 10,000 വരും അല്ലേ? 10,000, 10,010, 10,020, 10,030, അങ്ങനെ അങ്ങ് എഴുതുക. എവിടെ വരെ എഴുതാം നമുക്ക്? 10,090 വരെ എഴുതുക കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ പാറ്റേൺസ് ബിലോ. അവിടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺസുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നോക്കിയേ, 10,150, 10,200, 10,250. അപ്പൊ ഇവിടെ എന്താണ് കണ്ടിരിക്കുന്നത്? ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലെ? 50 വീതം കൂട്ടി കൂട്ടി എഴുതിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഏതാണ് വരിക? 10,300, 10,350, 10,400, 10,450, 10,500. ഇനി അടുത്ത ബി എങ്ങനെയാണ് പാറ്റേൺ വരിക? 1,500, 2,600, 3,700. അടുത്ത എത്രയാണ് വരിക? ഇവിടെ എത്രയാണ്? ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്? 1,100 അല്ലെ? 1100 വെച്ച് കൂട്ടി കൂട്ടിയാണ് എഴുതിയിരിക്കുക. അപ്പൊ ഏതാണ് അടുത്ത വരിക? 4,800, 5,900, 7,000, 8,100, 9,200. ഇനി സി നോക്കിക്കേ, അടുത്ത എന്താണ്? 14,500, 15,250, 16,000, 16,750, 17,500, 18,250, 19,000, 19,750. അവിടെ എത്ര വീതമാണ് കൂടിയിരിക്കുന്നത്? ഇൻക്രീസ്ഡ് ബൈ 750 അല്ലെ? 750 വീതമാണ് കൂട്ടി എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് കൂട്ടി നോക്കി എഴുതി വെക്കുക കേട്ടോ. അടുത്ത കണ്ടുപിടിക്കാനുള്ളതാണ് ഹു ആം ഐ. അപ്പൊ ഒരു ക്ലൂകൾ തന്നിട്ടുണ്ട്. എ നമ്പർ ബിറ്റ്വീൻ 4,000 ആൻഡ് 5,000. അപ്പൊ ആ സംഖ്യ ഏതായിരിക്കും? 4,000-നും 4,000-നും 5,000-നും ഇടയിലുള്ള സംഖ്യ ആയിരിക്കും. ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ 10,000 പ്ലേസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1-ന്റെ സ്ഥാനത്തെ അക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1-ന്റെ സ്ഥാനത്തെ അക്കം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഇൻ ദ 10th പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ 1,000 പ്ലേസ്. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് ഇത് 10-ന്റെ സ്ഥാനത്തെ അക്കം. പിന്നെ എന്താണ് ലാസ്റ്റത്തെ ക്ലൂ? ദ സം ഓഫ് ദ ഡിജിറ്റ് ഈസ് 90. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, 90. അപ്പൊ 1,000 പ്ലേസ് ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 4,000 ആൻഡ് 5,000. അപ്പൊ വിൽ ബി അതപ്പോ ഏതൊരു 4. അപ്പൊ സിൻസ് ദ വൺസ് പ്ലേസ് ഈസ് ടോയ്സ് ദ 1,000 പ്ലേസ്, വൺസ് പ്ലേസ് വിൽ ബി, അപ്പൊ ആ പ്ലേസ് 4 ആണെങ്കിൽ അതിന്റെ ടോയ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 അല്ലെ? 8 ആയിരിക്കും. പിന്നെ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ 4 + 8 + 2 എന്ന് പറയുന്നത് എത്ര വരും? 40. അപ്പൊ ഇനി ടോട്ടൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 19 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 19 - 40 എത്രയാണ് വരിക? 5. അപ്പൊ നമ്പർ എത്രയാണ് നമുക്ക് കിട്ടുക? 4,528.
8 എന്ന് കിട്ടും. അല്ല നിങ്ങൾ നോക്കിയൊന്ന് 4528. അപ്പൊ നിങ്ങൾ നോക്കിയേ 4000 പ്ലേസ് ഏതാണ് സംഖ്യ 4. അതിന്റെ ഇരട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൺസ് പ്ലേസിൽ. പിന്നെ അതിന്റെ ഹാഫ് ആണ് ഇവിടെ കിട്ടിയിരിക്കുക ടെൻസിന്റെ പ്ലേസിൽ 2 കിട്ടിയിരിക്കുക. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നത് 19 കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 19 കിട്ടണമെങ്കിൽ ഏത് സംഖ്യ വരണം? സെക്കൻഡ് പൊസിഷനിൽ ഏതാണ് വരുന്നത് 5. അങ്ങനെ 4528. ഇനി 6th question. Starting from 9999, if we subtract 1000 again and again, what would be the 8th number? അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കുക. 6th ക്വസ്റ്റ്യനില് 9999 എന്ന സംഖ്യയിൽ നിന്നും 1000 വീതം കുറഞ്ഞു വന്നാൽ എട്ടാമത് വരുന്ന സംഖ്യ ഏത്? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 100 വീതം കുറഞ്ഞാൽ എന്താണ് അഞ്ചാമത് വരുന്ന സംഖ്യയും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നോക്കിക്കേ, ഈ 1000 വീതം കുറഞ്ഞു വന്നാൽ ഏതാണ്? 8999, 7999, 6999, 5999, 4999, 3999, 2999, 1990. അപ്പൊ 8th നമ്പർ ഏതാണ്? 1999. ഇനി 100 വീതമാണ് സബ്ട്രാക്ട് ചെയ്ത് വരുന്നെങ്കിൽ 5th നമ്പർ എത്ര വരും? 9499. മേക്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഉണ്ടാക്കി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. എമംഗ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 ആൻഡ് 1000 and 100, how many numbers end in 0 വരുന്ന ഏതൊക്കെ സംഖ്യകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ എഴുതാം? 1000 എഴുതാം അല്ലെ? 1000, 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ. If we write numbers from 1 to 50, how many times would we write 2? 2 എത്ര പ്രാവശ്യം എഴുതുന്നു? വാട്ട് ഇഫ് വി റൈറ്റ് അപ് ടു 100 വരെ എഴുതുവാണെങ്കിൽ എത്ര വരും? ഇഫ് വി കൗണ്ട് 3s ഇൻസ്റ്റീഡ് ഓഫ് ദ 2s, വുഡ് ദ നമ്പർ ബി ദ സെയിം? എന്താണ്? 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ എഴുതണം? 100 വരെ ആയാലോ? ഇനി 2ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മളിപ്പോ വെൻ റൈറ്റിംഗ് നമ്പേഴ്സ് ഫ്രം 1 to 50 എഴുതുവാണെങ്കിൽ നോക്കിക്കേ 2 എത്ര പ്രാവശ്യം വരും നോക്കിക്കേ. ഏതൊക്കെ സംഖ്യകളിലാണ് 2 വരുന്നത്? 2-ലുണ്ട്, 12-ലുണ്ട്, പിന്നെ ഏതാണ്? 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 32, 42. അപ്പൊ യു ഹാവ് ടു റൈറ്റ് എത്രയാണ്? 2 എത്രയാണ്? 15 ടൈംസ് അല്ലെ? 15 പ്രാവശ്യം ഉണ്ട് അല്ലെ? 1 തൊട്ട് 50 വരെ 15 ടൈംസ്. അതുപോലെ 50 തൊട്ട് 100 വരെ എത്ര വരും? 5 ടൈംസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ടോട്ടൽ എത്ര വരുന്നുണ്ട്? അപ്പൊ 20 ടൈംസ് അല്ലെ? ഏതൊക്കെയാണ് വരിക? 52, 62, 72, 82, 92. 20 ടൈംസ് വരുന്നുണ്ട്. അതുപോലെ ഇഫ് 2 is replaced by 3, 2ന്റെ സ്ഥാനത്ത് 3 ആണെങ്കിലും എത്ര വരുന്നുണ്ട്? എത്ര പ്രാവശ്യം വരും? 20 ടൈംസ്. Investigation. Write all 2-digit numbers that can be formed with the digits 1 and 2 without repetition. Count them and write their number. എന്താണ്? 2-digit നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാവുന്ന 2 സംഖ്യകൾ എഴുതണം. പക്ഷെ റെപ്പിറ്റേഷൻ ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഏതൊക്കെയാണ് വരിക? 12ഉം 21ഉം അല്ലെ? അപ്പൊ ഏത് നമ്പരൊക്കെയാണ്? എത്ര നമ്പേഴ്സ് ഉണ്ട്? 2. അതുപോലെ 1ഉം 2ഉം 3ഉം വെച്ചാണെങ്കിൽ എത്ര സംഖ്യകൾ വരും? 6 നമ്പേഴ്സ് വരും. അതുപോലെ 4 വരുവാണെങ്കിൽ എത്ര എണ്ണം വരും? ഒരെണ്ണത്തിൽ എത്ര? 6 എഴുതാം. അപ്പൊ 6 into 4 24. അപ്പൊ അത് 24 നമുക്ക് ആൻസർ കിട്ടും. എന്നിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ ഒത്തിരി പേര്, അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെന്താണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.